നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലളിതാ സഹസ്രനാമത്തിലെ 6ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ദേവിയുടെ 17ാമത്തെ നാമവും 18ാമത്തെ നാമവുമാണ് ഉള്ളത്. വദനസ്മര മാംഗല്യ ഗൃഹ തോരണ ചില്ലിക വക്ത്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന. വദനം എന്നാൽ ദേവിയുടെ മുഖം, സ്മര എന്നാൽ ആ ഒരു പുഞ്ചിരി, ദേവിയുടെ മനോഹരമായ ആ മുഖത്തിലെ പുഞ്ചിരി. മാംഗല്യം അതായത് എല്ലാവിധ മംഗളകരമായിട്ടുള്ള ആ ഒരു വിധത്തിൽ. ഗ്രഹ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ ഓരോരോ ഗൃഹത്തിലും എങ്ങനെയാണോ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടി മനോഹരമായിരിക്കുന്നു, അതുപോലെയാണ് ദേവിയുടെ മുഖവും വളരെ ആകർഷണീയമാണ്. തോരണ എന്നാൽ എങ്ങനെയാണോ ഒരു ഭംഗിയായിട്ട് വീട്ടിൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന തോരണം പോലെയാണ് ദേവിയുടെ ചില്ലിക എന്നാൽ ആ പുരുകങ്ങൾ. അപ്പോൾ വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക, ദേവിയുടെ ആ മനോഹരമായ ആ പുരികങ്ങൾ എങ്ങനെയെന്നാൽ ഒരു വീട്ടിൽ എങ്ങനെയാണോ ആകർഷണീയമായിരിക്കുന്ന മനോഹരമായ വീട്ടിൽ ആ പലതരത്തിലുള്ള തോരണങ്ങളൊക്കെ അവിടെ അലങ്കരിച്ചിരിക്കുന്നത് പോലെയാണ് ദേവിയുടെ ആ മുഖത്തെ ആ പുരികങ്ങൾ. വക്ത്രലക്ഷ്മി പരീഭാഹ ചലന്മീനാഭലോചന. വക്രം എന്നാൽ ദേവിയുടെ മുഖത്തെ, ലക്ഷ്മിയുടെ മുഖം, ദേവിയുടെ മുഖം. പരീവാഹ അതൊരു കുഞ്ഞു തോടുപോലെ, അതായത് ഒരു കുളം പോലെ. ചലന്മീന ചലന്മീനാഭലോചന അതായത് ഒരു മീനൊക്കെ എങ്ങനെയാണോ ആ കുളത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുന്നത്, അതുപോലെയാണ് ദേവിയുടെ ആ മനോഹരമായ കണ്ണുകൾ ആ മുഖത്തങ്ങനെ തെളിഞ്ഞു പ്രകാശിച്ചു നിൽക്കുന്നത്. വദനസ്മര മാംഗല്യ ഗൃഹ തോരണ ചില്ലിക വക്ത്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന. താങ്ക് യു.